ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക്സ്റ്റ് അക്കാദമി. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള 10 പറഞ്ഞിട്ടുള്ള പാഠഭാഗത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പേഡ് എന്നുള്ള ഭാഗമാണ് എടുക്കാൻ പോകുന്നത്. ഈ യൂണിറ്റിൽ നമുക്ക് 2 പാഠഭാഗങ്ങളാണ് ഉള്ളത്. ഫസ്റ്റ് യൂണിറ്റ് പേഡ്, ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പേഡ്, അതൊരു കവിതയാണ്, ഒരു മനോഹരമായിട്ടുള്ള കവിതയാണ്. ഓഥറുടെ പേര് സുശീൽ ശുക്ല. സുശീൽ ശുക്ല എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. രണ്ടാമതായിട്ട് എന്താ, ജൂലിയ ഓർ ലൂണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനിയാണ് രണ്ടാമതായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള പേഡ് എന്നുള്ള സുശീൽ ശുക്ല എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിത നോക്കിയാലോ. 10 പത്താന്ന് വെച്ചാൽ എന്താ, എല്ലാവർക്കും അറിയാം അല്ലെ. പത്താന്ന് വെച്ചാൽ എന്താണ്, ഇലക്കാണ് പറയുന്നത്. 10 എന്ന് വെച്ചാൽ എന്താ, ഇലകൾക്കാണ് എന്താ പറയുന്നത്, 10 എന്ന് പറയുന്നത്. കവിത പേഡ്, സുശീൽ ശുക്ലാണ് നമ്മുടെ പേഡ് എന്നുള്ള ചാപ്റ്ററിന്റെ ഓഥർ, സുശീൽ ശുക്ൽ. അടുത്തതായിട്ട് നമുക്ക് സുശീൽ ശുക്ൽ നമ്മുടെ ഓഥറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്, सुशील शुक्ल का जन्म 25 मार्च 1974 में मध्य प्रदेश के होशंगाबाद में हुआ. അദ്ദേഹത്തിന്റെ ജനനം എവിടെയായിരുന്നു സുശീൽ ശുക്ല്? 25 മാർച്ച് 1974 മധ്യപ്രദേശിലെ ഹോഷംഗാബാദ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു സുശീൽ ശുക്ല ജനിച്ചിട്ടുണ്ടായിരുന്നത്. आप बाल साहित्य के क्षेत्र में लगभग 2.5 दशकों से काम कर रहे हैं. അദ്ദേഹം എന്താ, ബാലസാഹിത്യത്തിൽ അദ്ദേഹം 1/4 ദശകത്തോളം, അതിനാണ് എന്താ 2.5 ദശക് എന്ന് പറയുന്നത്. 1/4 ദശകത്തോളം, അതായത് 25 വർഷത്തിനാണ് അല്ലെ 2.5 ദശക് എന്ന് പറയുന്നത്. അപ്പോ അദ്ദേഹം 25 വർഷത്തോളം ബാലസാഹിത്യത്തിൽ കാം കർ രഹേ ഹേ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. 25 വർഷത്തോളം എന്താ സുശീൽ ശുക്ല ബാലസാഹിത്യത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ആപ് പ്ലൂട്ടോ ഓർ സൈക്കിൾ ബാൽ പത്രികാവും കെ സമ്പാദക് ബി ഹേ. അദ്ദേഹം എന്താ പ്ലൂട്ടോ ഓർ സൈക്കിൾ, പ്ലൂട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള 2 ബാൽ പത്രികകളുടെ സമ്പാദകൻ കൂടി ആയിരുന്നു. ആപ് ചക്മക് ബാൽ പത്രികക്കെ സമ്പാദക് രഹേദേ. അദ്ദേഹം എന്താ ചക്മക് എന്ന് പറഞ്ഞിട്ടുള്ള ബാൽ പത്രികയുടെ സമ്പാദകൻ കൂടി ആയിരുന്നു. യേ സാരേ ഉജാല സൂരജ് കാ, ടിഫിൻ ദോസ്ത്, ഫേരി വാലെ തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ കൃതികളുടെ പേരാണ് അല്ലെ. എന്തൊക്കെയാണ്, യേ സാരേ ഉജാല സൂരജ് കാ, യേ സാരേ ഉജാല സൂരജ് കാ, ടിഫിൻ ദോസ്ത്, ഫേരി വാലെ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ കൃതികളുടെ, അദ്ദേഹം എഴുതിയിട്ടുള്ള കൃതികളുടെ പേരാണ് കേട്ടോ, ഓർത്ത് വെക്കണം. എന്തൊക്കെയാണ്, യേ സാരേ ഉജാല സൂരജ് കാ, ടിഫിൻ ദോസ്ത്, ഫേരി വാലെ, ഇതെല്ലാം. സഹിത് ആപ്കി 12 ബാൽ പുസ്തകം തുടങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ 12ഓളം പുസ്തകങ്ങൾ, അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളുടെ പേരാണ് എന്താ, യേ സാരേ ഉജാല സൂരജ് കാ, ടിഫിൻ ദോസ്ത്, ഫേരി വാലെ. അങ്ങനെ ഇത് 3 പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ 12ഓളം പുസ്തകങ്ങൾ എന്താ, പുസ്തകവും കാ പ്രകാശൻ, ഏകലവ്യ പ്രകാശൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗ്രഹത്തിലാണ് ഉള്ളത് 12ഓളം പുസ്തകങ്ങൾ. പിന്നെന്താ പറയുന്നത്, 2024 के हरिकृष्ण देव सरे बाल साहित्य पुरस्कार से वे सम्मानित है. അദ്ദേഹത്തിന് എന്താ 2024 ഹരികൃഷ്ണ ദേവസരെ ബാൽ സാഹിത്യ പുരസ്കാർ, അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന ബാലസാഹിത്യ പുരസ്കാരം ബാലസാഹിത്യ പുരസ്കാരത്തിന്റെ പേരാണ് അല്ലെ. 2024 അദ്ദേഹത്തിന് അത് ലഭിക്കുന്നത്. എന്താണ് പുരസ്കാരത്തിന്റെ പേര്, ഹരികൃഷ്ണ ദേവസരെ ബാൽ സാഹിത്യ പുരസ്കാർ അദ്ദേഹത്തിന് 2024 ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് സുശീൽ ശുക്ലിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാഠം തുടങ്ങാണ് അല്ലെ. ഇതൊരു കവിതയാണ്, അപ്പോ കവിത തുടങ്ങാണ്. മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് അല്ലെ. ഈ പാഠഭാഗത്ത് മുഴുവനായിട്ടും എന്താ, പ്രകൃതിയെ കുറിച്ചിട്ടും പ്രകൃതി ഭംഗിയെ കുറിച്ചിട്ടും എത്രത്തോളം മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ പറയാം, അത്തരത്തിലുള്ള ഒരു കവിതയും രണ്ടാമതായിട്ട് ഒരു കഹാനി, ഒരു കഥയുമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ഭാഗം, അതായത് കവിത പേഡ് എന്ന് പറഞ്ഞിട്ടുള്ള കവിത നോക്കിയാലോ. പേഡ് തും പേഡ് നഹി തും ദർജി. ആദ്യം തന്നെ നമുക്കിതൊന്ന് വായിച്ചു പോകാം. പേഡ് തും പേഡ് നഹി
തും ദർജി. തുമ്നെ കിത്നെ സിലെ ഘോംസലെ, കിത്നി സിലി ഹവായെ, धूप सिली तो पिघल गई, खदरन खदरन छायाए, पेड़ तुम पेड़ नहीं तुम दर्जी. ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ്. പേട് തും പേട് നഹി, മരത്തിനോട് പറയാണ് അല്ലെ. മരത്തിനോട് എന്താ പറയുന്നത്? പേട് തും പേട് നഹി, മരമേ നീ ഒരു മരമല്ല, മറിച്ച് എന്താണ്? തും ദർജി. ദർജി എന്ന് വെച്ചാൽ എന്താ മക്കളെ? ദർജി. ദർജി എന്ന് വെച്ചാൽ തയ്യൽക്കാരൻ അല്ലെങ്കിൽ എന്താ ടൈലർ, അതിനൊക്കെയാണ് ദർജി എന്ന് പറയുന്നത്. ദർജി തയ്യൽക്കാരൻ, തയ്യൽക്കാരനാണ് എന്ത് പറയുന്നത്? ദർജി എന്ന് പറയുന്നത്. പേട് തും പേട് നഹി, മരമേ നീ ഒരു മരമല്ല, എന്താണ്? തും ദർജി, നീയൊരു തയ്യൽക്കാരനാണ്. തയ്യൽക്കാരൻ എന്ന് വെച്ചാൽ എന്താ ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം ഉണ്ടാവുക? ഇവിടെ എന്താണ് അർത്ഥമാക്കിയിട്ടുള്ളത്? ദർജി, തയ്യൽക്കാരൻ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയിട്ടുള്ളത്? അറിയുമോ? എന്താണെന്നുള്ളത് അറിയുമോ എല്ലാവർക്കും? ദർജി തയ്യൽക്കാരൻ എന്ന് വെച്ചാൽ തയ്യൽക്കാരന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? അതെ, നമ്മൾ കൊടുക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് അത്രയും ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രസ് മേക്ക് ചെയ്ത് തരികയാണ് അല്ലെ ദർജി, തയ്യൽക്കാരൻ ചെയ്യുന്നത്. അപ്പോ ഇവിടെ എന്താ, ഒരു ദർജിക്ക് സമാനമായിട്ടാണ് ആരെ കാണുന്നത്? മരത്തിനെ കാണുന്നത് അല്ലെ. മരത്തിനെ ദർജി തയ്യൽക്കാരനായിട്ടാണ് ഉപമിക്കുന്നത് അല്ലെ. അപ്പൊ പറയാണ് പേടുത്തും പേടിനഹി, മരമേ നീയൊരു മരമല്ല, നീയൊരു തയ്യൽക്കാരനാണ്. ദർജി തയ്യൽക്കാരൻ. തുമ്നെ കിത്നെ സിലെ ഘോംസലെ, എന്താ പറയുന്നത്? തുമ്നെ കിത്നെ സിലെ ഘോംസലെ, നീ എത്രയേറെ കിളിക്കൂടുകൾ നെയ്തു, അല്ലെങ്കിൽ എന്താ, നീ എത്രയേറെ കിളിക്കൂടുകൾ തുന്നിച്ചേർത്തു. സിലേ, സിലേ എന്ന് വെച്ചാൽ എന്താ? തുന്നിച്ചേർക്കുക. തുന്നിച്ചേർക്കുന്നതിനാണ് മക്കളെ സിലേം എന്ന് പറയുന്നത്. തുന്നിച്ചേർക്കുക, സിലേം. സിലേം സിൽന പറഞ്ഞാൽ എന്താണ്? തുന്നിച്ചേർക്കുക. തുമ്നെ കിത്നെ സിലെ ഘോംസലെ, നീ എത്ര കിളിക്കൂടുകൾ തുന്നിച്ചേർത്തു. കിത്നി സിലി ഹവായേ, നീ എത്ര കാറ്റുകൾ തുന്നിച്ചേർത്തു. ഹവ എന്ന് വെച്ചാൽ എന്താ? കാറ്റ് അല്ലെ. ഹവായേം കാറ്റുകൾ. അപ്പോൾ എന്താ പറയുന്നത്? നീ എത്രയേറെ കിളിക്കൂടുകൾ തുന്നിച്ചേർത്തു. പിന്നെന്താ പറയുന്നത്? നീ എത്ര കാറ്റുകൾ കൂട്ടിച്ചേർത്തു അല്ലെങ്കിൽ തുന്നിച്ചേർത്തു. ധൂപ് സിലി തോ പിഗർ ഗയി, എന്താ? ധൂപ്പ്. ധൂപ്പ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ധൂപ്പ്, അതെ വെയിലിനെയാണ് അല്ലെ ധൂപ്പ് എന്ന് പറയുന്നത്. ധൂപ് സിലിത്തോ, ധൂപ്പ് എന്ന് വെച്ചാൽ വെയിൽ. ധൂപ് സിലിത്തോ പിഘർ ഗയി, എന്താ? വെയിലിനെ തുന്നിച്ചേർക്കാൻ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ധൂപ് സിലിത്തോ, ധൂപ്പ് വെയിലിനെ തുന്നിച്ചേർക്കാൻ നോക്കിയപ്പോൾ. ബിഖർ ഗയി, ബിഖർന. ബിഖർന എന്ന് വെച്ചാൽ എന്താ? ചിന്നി ചിതറുക അല്ലെ. ബിഖർന എന്ന് വെച്ചാൽ ചിന്നി ചിതറുക. വെയിലിനെ തുന്നിച്ചേർക്കാൻ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ചിന്നി ചിതറിപ്പോയി അല്ലെ. കതരൻ ഖദരൻ ഛായായേം, എന്തൊക്കെ? കതരൻ ഖദരൻ. കതരൻ ഖദരൻ എന്ന് വെച്ചാൽ എന്താ? കതരൻ എന്നുള്ളതിന്റെ മീനിങ് എന്താ? കഷ്ണം. കഷ്ണത്തിനാണ് എന്ത് പറയുന്നത്? കതരൻ ഖദരൻ. അപ്പോൾ കതരൻ ഖദരൻ എന്ന് വെച്ചാൽ എന്താ? കഷ്ണങ്ങൾ. അപ്പോൾ വെയിലിനെ തുന്നിച്ചേർക്കാൻ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? കഷ്ണം കഷ്ണങ്ങളായിട്ട് എന്താ? ചിന്നിച്ചിതറിപ്പോയി. എന്ത്? ഛായായേം. ഛായായേം എന്ന് വെച്ചാൽ എന്താ? ഛായ എന്ന് വെച്ചാൽ എന്താണ്? നിഴൽ, തണൽ, അതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഛായ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ സൂര്യനെ തുന്നിച്ചേർക്കാൻ നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ചിന്നിച്ചിതറിപ്പോയി. ഖദരൻ ഖദരൻ ഛായായേം, കഷ്ണങ്ങളായിട്ട് എന്ത് ചിന്നിച്ചിതറിപ്പോയി? അതെ, നിഴൽ. നിഴലുകൾ എന്താ? ചിന്നിച്ചിതറിപ്പോയി. നല്ല സൂര്യപ്രകാശം മേലെ അതെന്താ താഴോട്ട് ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് മരത്തിന്റെ താഴെയുള്ള ഭാഗം എന്താ? അതിന്റെ നിഴൽ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുമോ? ഇല്ല. അവിടെയും ഇവിടെയും, അതായത് ഇലകൾക്കും കൊമ്പുകൾക്കും ഇടയിൽ കൂടിയുള്ള സൂര്യപ്രകാശം മാത്രമേ ഉള്ളൂ താഴെത്ത് അല്ലെ. ബാക്കിയൊക്കെ കവർ ചെയ്തിട്ട് എന്താ? മരം കാണാത്ത രീതിയിൽ താഴേക്ക് എത്തിക്കുന്നുള്ളൂ അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ധൂപ് സിലിത്തോ ബിഗർ ഗയി, ഖദരൻ ഖദരൻ ഛായായേ. ധൂപ് സിലിത്തോ, വെയിലിന് എന്താ? തുന്നി ചേർക്കാൻ നോക്കിയപ്പോൾ കഷ്ണം കഷ്ണങ്ങളായിട്ട് എന്താ? ഛായായേം, നിഴൽ എന്താ? ചിന്നി ചിതറിപ്പോയി. ഛായായേം. ഛായായേം എന്ന് വെച്ചാൽ എന്താ? നിഴൽ. നിഴലിനെയാണ് ഛായ എന്ന് പറയുന്നത്. ഖദരൻ. ഖദരൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? കഷ്ണങ്ങൾ. കഷ്ണങ്ങൾക്കാണ് എന്ത് പറയുന്നത്? ഖദരൻ എന്ന് പറയുന്നത്. പേടുത്തും പേട് നഹി, വീണ്ടും പറയാണല്ലേ. ഈ കവിതയിൽ ഒരുപാട് ഭാഗത്ത് ആ 2 ലൈൻസ് പറയുന്നുണ്ട് അല്ലെ. പേടുത്തും പേട് നഹി, മരമേ നീ ഒരു മരമല്ല. തും ദർജി, വീണ്ടും പറയാണല്ലേ.
തും ദർജി എന്താണ്, നീ ഒരു തയ്യൽക്കാരനാണ്. ശേഷം എന്താ, മിട്ടി സിൽക്കർ രംഗ് ബനായേ. മിട്ടി എന്ന് വെച്ചാൽ എന്താ, മിട്ടി മിട്ടി എന്ന് വെച്ചാൽ മണ്ണ്. മണ്ണിനെയാണ് എന്ത് പറയുന്നത്, മിട്ടി. മിട്ടി സിൽക്കർ രംഗ് ബനായേ എന്താ, മണ്ണ് തുന്നിച്ചേർത്തിട്ട് മണ്ണിനെ കൊണ്ട് എന്തുണ്ടാക്കി, രംഗ് ബനായേ കളേഴ്സ് വർണ്ണങ്ങൾ ഉണ്ടാക്കി അല്ലെ. രംഗ് പറഞ്ഞാല് വർണ്ണം, ബനായേ ഉണ്ടാക്കി. എന്തുപയോഗിച്ചിട്ട്, മണ്ണ് ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കി, മിട്ടി സിൽക്കർ രംഗ് ബനായേ മണ്ണ് തുന്നിച്ചേർത്തിട്ട് എന്തുണ്ടാക്കി, വർണ്ണങ്ങൾ അല്ലെങ്കിൽ കളേഴ്സ് ഉണ്ടാക്കി അല്ലെ. പാനീസിൽ ആകാശ്, എന്ത് മനോഹരമായിട്ട് ഇന്നർ മീനിങ്സ് ആണ് അല്ലെ വരുന്നത്. പാനീസിൽ ആകാശ്, വെള്ളം ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കി, വെള്ളം തുന്നിച്ചേർത്ത് എന്തുണ്ടാക്കി, ആകാശത്തെ ഉണ്ടാക്കി അല്ലെ. വെള്ളം ഉപയോഗിച്ചിട്ട് ആകാശം ഉണ്ടാക്കി. പാനീസിൽ ആകാശ്. മിട്ടി രംഗ് ഹവ പാനിക്കോ ജോടാ ദിയ തരാശ്. എന്താ പറയുന്നത്, മിട്ടി രംഗ് ഹവ പാനിക്കോ. മിട്ടി എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലെ, എന്താ മിട്ടി എന്ന് വെച്ചാല് മണ്ണിനാണ് മിട്ടി എന്ന് പറയുന്നത്. രംഗ് എന്ന് വെച്ചാൽ എന്തായിരുന്നു, മേലെ പറഞ്ഞല്ലോ, രംഗ് കളറിനെയാണ് എന്ത് പറയുന്നത്, രംഗ്. ഹവ എന്ന് വെച്ചാൽ എന്താ മക്കളെ, കാറ്റിനെയാണ് എന്ത് പറയുന്നത്, ഹവ. പിന്നെ പാനി എന്ന് വെച്ചാൽ എന്താ, വെള്ളം. അപ്പോ മിട്ടി മണ്ണും, രംഗ് കളറും വർണ്ണങ്ങളും, ഹവ കാറ്റ്, പാനി വെള്ളം, ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ജോഡ പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക. എല്ലാം ഉപയോഗിച്ചിട്ട് എല്ലാം കൂട്ടിച്ചേർത്തിട്ട് ദിയാ തരാശ്, ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് എന്താ, രൂപപ്പെടുത്തി. തരാശ് എന്ന് പറഞ്ഞാൽ എന്താ, മേക്കിംഗ്, രൂപപ്പെടുത്തലിനെയാണ് എന്ത് പറയുന്നത്, തരാശ് എന്ന് പറയുന്നത്. ഇവയെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് എന്തുണ്ടാക്കിയിട്ടുള്ളത്, അതെ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തൊക്കെ, മിട്ടി രംഗ് ഹവ ഓർ പാനി, ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ്. ജോഡ്കർ, ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് എന്താണ്, തരാശ്, അതെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. പ്രകൃതിനെ രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്താ പ്രകൃതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറയാണ്. വീണ്ടും എന്താ പറയുന്നത്, പേട് തും പേട് നഹീം, എപ്പോഴും പറയുന്നുണ്ട് അല്ലെ, മരത്തിനെ ഉപമിക്കുന്നുണ്ട് അല്ലെ. പേട് തും പേട് നഹീം, മരമേ നീ ഒരു മരമല്ല. തും ദർജി, നീ ഒരു തയ്യൽക്കാരനാണ്. വീണ്ടും പറയാണ് അല്ലെ. തുമ്നെ കിത്നെ സിലെ കിനാരെ, എന്താ പറയുന്നേ, തുമ്നെ കിത്നെ സിലെ കിനാരെ, നീ എത്രയേറെ തീരങ്ങൾ തുന്നിച്ചേർത്തു. തുമ്നെ കിത്നെ സിലെ കിനാരെ, നീ എത്ര തീരങ്ങൾ തുന്നിച്ചേർത്തു. കിനാരെ എന്ന് പറഞ്ഞാൽ തീരങ്ങൾ. കിത്നി സിലീൻ ജമീനേം എന്ന് വെച്ചാൽ എന്താ മക്കളെ, ജമീനേം എന്ന് വെച്ചാൽ തടങ്ങൾ അല്ലെങ്കിൽ ഭൂമിക്കാണ് അല്ലെ നമ്മൾ എന്ത് പറയുന്നത്, ജമീൻ എന്ന് പറയുന്നത്. എർത്തിനെയാണ് ജമീൻ എന്ന് പറയുന്നത്. അപ്പൊ പറയാണ്, തുമ്നെ കിത്നെ സിലെ കിനാരെ, നീ എത്രയേറെ തീരങ്ങൾ തുന്നിച്ചേർത്തു. കിത്നി സിലി ജമീനേം, എത്രയേറെ ജമീൻ, ഇവിടെ എന്താ ദേശം അല്ലെങ്കിൽ എന്താ ഭൂമി, അതിന് ദേശം എന്നുള്ള ഒരു മീനിങ്ങിലാണ് പറയുന്നത്. കിത്നി സിലി ജമീനെ, നീ എത്രയേറെ ദേശങ്ങൾ തുന്നിച്ചേർത്തു. രംഗ് മഹഗ് കീ ഹുയി സിലായി, എന്താ രംഗ് എന്ന് വെച്ചാൽ കളർ അല്ലെ. മഹഗ് എന്ന് വെച്ചാൽ എന്താ മക്കളെ, മഹഗ് സ്മെൽ സുഗന്ധത്തിനെയാണ് എന്ത് പറയുന്നത്, മഹക് എന്ന് പറയുന്നത്. രംഗ് മഹക് കീ ഹുയി സിലായി, എന്താ രംഗ് കളേഴ്സിനും സുഗന്ധം എല്ലാം കൂടി എന്താ തുന്നിച്ചേർത്തപ്പോൾ. ഫൂൾ സിലെ പശ്മീനെ, പൂക്കൾ ഉപയോഗിച്ച് പൂക്കൾ എന്ത് തുന്നിച്ചേർത്തു, പശ്മീൻ എന്ന് വെച്ചാല് സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത്, അതിനാണ് പശ്മീൻ. കമ്പിളി വസ്ത്രങ്ങൾ, അതിനാണ് പശ്മീൻ എന്ന് പറയുന്നത്. രംഗ് മഹഗ് കീ ഹുയി സിലായി, വർണ്ണങ്ങൾ എന്തിനെ തുന്നിച്ചേർത്തു, സുഗന്ധത്തെ തുന്നിച്ചേർത്തു. ഫൂൾ സിലെ പശ്മീനെ, എന്താ പൂക്കൾ എന്തിനാണ് തുന്നിച്ചേർത്തിട്ടുള്ളത്, പശ്മീനെ. ഫൂൾ സിലെ പശ്മീനെ, പൂക്കൾ എന്തിനു തുന്നിച്ചേർത്തു, പൂക്കൾ കമ്പിളി വസ്ത്രങ്ങളെ തുന്നിച്ചേർത്തു. പിന്നെയും പറയാണല്ലേ, പേട് തും പേട് നഹി, മരമേ നീ ഒരു മരമല്ല. തും ദർജി, നീ ഒരു തയ്യൽക്കാരനാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ പറയുന്നത്,
ആം മേം ആം കെ സ്വാദ് സിലേഹേ. എന്താ ആം എന്ന് വെച്ചാല് ആം ആം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലെ. ആം എന്ന് വെച്ചാൽ എന്താ മക്കളെ? ആം ആം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് ആണ് അല്ലെ ആം. മാങ്ങ മാങ്ങയ്ക്കാണ് എന്ത് പറയുന്നത്? മാംഗോയ്ക്കാണ് ആം എന്ന് പറയുന്നത്. ആം മേം ആം കെ സ്വാദ് സിലേഹേ. മാങ്ങയ്ക്ക് എന്താ? മാങ്ങേണ്ടതായിട്ടുള്ള ഒരു ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സിലേഹേ തുന്നി ചേർത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് മാങ്ങയുടേതായിട്ടുള്ള ഒരു ടേസ്റ്റ് നീ തുന്നി ചേർത്തു. ജാമുൻ മേം ജാമുൻ ഖേ. ജാമുൻ എന്ന് വെച്ചാൽ എന്താ അറിയോ? ജാമുൻ എന്ന് വെച്ചാല് ഞാവൽപ്പഴം. ഞാവൽപ്പഴത്തിനെയാണ് എന്താ ജാമുൻ എന്ന് പറയുന്നത്. ജാമുൻ ഞാവൽപ്പഴം. ജാമുൻ മീൻ ജാമുൻ കെ. എന്താ? ഞാവൽപ്പഴത്തിന് ഞാവൽപ്പഴത്തിൻ്റെതായിട്ടുള്ള സ്വാദും അല്ലെങ്കിൽ ടേസ്റ്റും നീ കൊടുത്തു, നീ തുന്നി ചേർത്തു. ഭാഗ് മേം ഭാഗ് കെ സ്വാദ് സിലേഹേ. ഭാഗ് ഭാഗ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? എന്താണ് ഭാഗ്? തോട്ടം. തോട്ടത്തിനെയാണല്ലേ ഭാഗ് എന്ന് പറയുന്നത്. ഭാഗ് മേം ഭാഗ് കെ സ്വാദ് സിലേഹേ. എന്താ? തോട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് സ്വാദാണ് നീ എന്താ തുന്നി ചേർത്തിട്ടുള്ളത്. തോട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് തുന്നി ചേർത്തിട്ടുള്ളത്. വൻ കെ പേട് മേം വൻ കെ. അതെ വനം കാട്. കാടിനെയാണല്ലേ വനം വൻ എന്ന് പറയുന്നത്. വൻ കെ പേട് മേം. അതെ കാട്ടിലുള്ള മരങ്ങൾക്ക് എന്താ? വൻ കെ വനത്തിന്റെ അതായത് കാടിന്റെ ഒരു സ്വാദും നീ എന്താ ഒരു രൂപവും നീ തുന്നി ചേർത്തിട്ടുണ്ട്. പിന്നെയും പറയാണ് പേട് തും പേട് നഹി. മരമേ നീ ഒരു മരം മരമല്ല. തും ദർജി നീയൊരു തയ്യൽക്കാരനാണ്. ഇത്രയും കാര്യങ്ങൾ നീ മനോഹരമായിട്ടാണ് എന്താ തുന്നി ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് എന്താ നീ വെറും ഒരു മരം മാത്രമല്ല, മറിച്ച് നീ എന്താണ്? ഒരു നല്ലൊരു തയ്യൽക്കാരൻ കൂടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് വളരെ മനോഹരമായിട്ട് സുശീൽ ശുക്ൽ ഈ ഒരു കവിതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ അതിന്റെ തൊട്ട് താഴായിട്ട് നിങ്ങളൊരു പിക്ചർ കാണുന്നുണ്ട് അല്ലെ. എന്താ ചോദിക്കുന്ന നമ്മളോട്? ആപ് അപ്നി ജിന്ദഗി കോ കൈസേ സിൽനാ ചാഹത്തെ ഹേ. ജിന്ദഗി മനസ്സിനെയാണ് ജിന്ദഗി എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ തുന്നിച്ചേർക്കാനാണ് ആഗ്രഹിക്കുന്നത്? ചാഹത്തെ ഹേ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സ് എങ്ങനെ തുന്നി ചേർക്കാനാണ്, എന്തിനോട് തുന്നി ചേർക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അത് നിങ്ങൾ ഓരോരുത്തരായിട്ട് പറയാൻ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെന്താ നമ്മുടെ സൈഡ് ആക്ടിവിറ്റീസിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ധൂപ് സിലീത്തോ ബിഘർ ഗയി ഖദരൻ ഖദരൻ ചായായേ. ധൂപ് സിലീത്തോ വെയിലിനെ തുന്നി ചേർത്തപ്പോൾ ബിഘർ ഗയി ചിന്നി ചിതറിപ്പോയി. കതരൻ കതരൻ ചായയും കഷ്ണങ്ങളായിട്ട് എന്താ നിഴല് ചിന്നി ചിതറിപ്പോയി. സൂര്യനെ തുന്നി ചേർക്കാൻ നോക്കിയപ്പോൾ എന്താണ് കഷ്ണങ്ങളായിട്ട് ഛായ നിഴൽ എന്താ ചിന്നി ചിതറാണ് ചെയ്തത്. ഇസ്സേ ക്യാ ദൃശ്യ ഉബരാത്താ ഹേ. ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ദൃശ്യമാണ് മനസ്സിലാകുന്നത്? അപ്പോൾ എന്താ ആൻസർ? जब पेड़ की पत्तियों के बीच से എന്താണ്? जब पेड़ की पत्तियों के बीच പേട് മരത്തിന്റെ ഇലകളുടെ ഇടയിലൂടെ से धूप जमीन पर आती है. എപ്പോഴാണോ അങ്ങനെ മരത്തിന്റെ ഇലകളുടെ ഇടയിലൂടെ ഭൂമിയിൽ വെയിൽ എത്തിച്ചേർന്നത് അപ്പോൾ എന്താ? തബ് ധൂപ് और छाया के टुकड़े बन जाता है. തബ് അപ്പോൾ ധൂപ് और छाया വെയിലിന്റെയും നിഴലിന്റെയും അതായത് ഛായ നിഴലിന്റെയും എന്താ ടുക്കടെ ബൻ ജാത്ത ഹേ കഷ്ണങ്ങളായിട്ടാണ് മറവിലൂടെ മാത്രമേ അതായത് മരങ്ങളുടെ ഇലകളിലൂടെ വരുന്ന ഗ്യാപ്പിലൂടെ മാത്രമേ എന്താ താഴെ കാണുന്ന വെളിച്ചം എത്തിയുള്ളൂ. ബാക്കിയൊക്കെ എന്താ കവർ ചെയ്തത് കാരണം ഇലകളുടെ കവറിങ് കാരണം എന്താ ഭൂമിയിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഈ ലൈൻസിൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം അതാണ്. പിന്നെന്താ രണ്ടാമതായിട്ടുള്ള സൈഡ് ക്വസ്റ്റ്യൻ. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ്. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ്. ഇസ്കാ താത്പര്യ ക്യാ ഹേ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ്. മിട്ടി മണ്ണ്, രംഗ് ഹവാ പാനി കളർ കാറ്റ് വെള്ളം, കോ ജോഡാ ദിയാ തരാശ് ഇതെല്ലാം എന്താ ഒരുമിപ്പിച്ച് കൂട്ടിയപ്പോഴാണ് എന്താ പ്രകൃതിയെ രൂപപ്പെടുത്താനായത്.
ഇസ്കാ താത്പര്യ ക്യാ ഹേ, ആ ലൈനിൽ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം എന്താണ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? पेड़ ने मिट्टी, रंग, हवा, पानी इन सब तत्वों को जोड़कर प्रकृति बनाई है. എന്താ പറഞ്ഞിട്ടുള്ളത്? പേടിനെ മരം, മിട്ടി മണ്ണ്, രംഗ് കളർ, ഹവ കാറ്റ്, പാനി വെള്ളം, ഇവയെല്ലാം ഇൻ സബ് തത്വം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോ ജോഡ്കർ എന്താ എല്ലാ കാര്യങ്ങളും കൂട്ടിച്ചേർത്തിട്ടാണ് പ്രകൃതി ബനായി ഹേ, പ്രകൃതിയെ നിർമ്മിച്ചിട്ടുള്ളത്, പ്രകൃതിയെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പറഞ്ഞ എല്ലാ തത്വങ്ങളും എല്ലാ കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് മനോഹരമായിട്ടുള്ള പ്രകൃതിയെ രൂപപ്പെടുത്താൻ തരാശ് കർനെ അതെ രൂപപ്പെടുത്താൻ സാധിച്ചത്, പറ്റിയത്. രംഗ് മഹക് की हुई सिलाई, इसका मतलब क्या है? രംഗ് മഹക് की हुई सिलाई എന്താ? വർണ്ണങ്ങൾ സുഗന്ധത്തെ തുന്നിച്ചേർത്തു, വർണ്ണം തുന്നിച്ചേർത്തിട്ട് എന്താ? സുഗന്ധം ഉണ്ടാക്കി. ഇസ്കാ മത്ലബ് ക്യാ ഹേ, ഇതിന്റെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ളതിന്റെ ആശയം അർത്ഥം എന്താണ്? യഹാം രംഗ് ഫൂൽ യാ ഹരിയാലി കാ പ്രതീക് ഹേ, ഇവിടെ എന്താ? ഇവിടെ രംഗ് കളർ എന്ന് പറയുന്നത് എന്തിന്റെ പ്രതീകമാണ്? യഹാം രംഗ് ഫൂൽ യാ ഹരിയാലി കാ പ്രതീക് ഹേ, ഇവിടെ രംഗ് എന്ന് വെച്ചാൽ ഫൂൽ പൂക്കളുടെയോ അല്ലെങ്കിൽ എന്താ ഹരിയാലി, ഹരിയാലി എന്ന് വെച്ചാൽ എന്താ? ഗ്രീനറി, പച്ചപ്പിനെയാണ് ഹരിയാലി എന്ന് പറയുന്നത് അല്ലെ. ഫൂൽ പൂക്കൾ, ഇവിടെ കളർ പൂക്കളുടെയോ അല്ലെങ്കിൽ എന്താ പച്ചപ്പിന്റെയോ പ്രതീകമാണ്. ഇസ് പങ്ക്തി മീൻ ഈ വരികളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കഹാ ഗയാ ഹേ കി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? പേടിനെ ഫൂലോം ഓർ സുഗന്ധോം കോ ജോഡ് ദിയാ ഹേ, മരം എന്താണ്? മരം ഫൂലോം ഓർ സുഗന്ധോം കോ, മരം പൂക്കളെയും സുഗന്ധത്തെയും ജോഡ് ദിയാ ഹേ ഒരുമിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ തുന്നിച്ചേർത്തിട്ടുണ്ട്. ആ ഒരു ആശയമാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വൻ കെ പേട് മേം വൻ കെ സ്വാദ് സിലേ ഹേ കാ മത്ലബ് ക്യാ ഹേ, എന്താണ്? വൻ കെ പേട് മേം വൻ കെ സ്വാദ് സിലേ ഹേ ഇസ്കാ മത്ലബ് ക്യാ ഹേ, എന്താണ്? വൻ കെ പേട് മേം വനത്തിലെ മരങ്ങൾക്ക്, വൻ കെ സ്വാദ് സിലേ ഹേ വനത്തിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ എന്താ ആ ഒരു രൂപം കൊടുത്തിട്ടുള്ളതിന്റെ കാരണം, അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താണ്? ആ രണ്ട് വരികളുടെ അർത്ഥം എന്താണ് എന്നാണ് ചോദിക്കുന്നത്. വൻ കെ പേടോമേം വനത്തിലെ മരങ്ങൾക്ക്, വൻസേ ജുടി കുച്ച് വിശേഷതായും ഷാമിൽ ഹോത്തേ ഹേ, എന്താണ്? വനത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആവശ്യമാണല്ലേ. വനത്തിലെ മരങ്ങളുടേത് മാത്രമായിട്ട് കുറച്ച് വിശേഷതകളുണ്ട്. അതുകൊണ്ടാണ് എന്താ ഇവിടെ വൻ കെ പേടുമേം വൻ കെ സ്വാദ് സിലേഹേ എന്ന് പറഞ്ഞിട്ടുള്ള ആ 2 ലൈൻസ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ അർത്ഥം ഇതാണ്. ഇത്രയും കാര്യങ്ങളോടുകൂടി നമ്മളുടെ സൈഡ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്താ നമ്മുടെ ഈ ഒരു കവിതാ ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇത് പാഠഭാഗത്തിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ബൈ.